ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ വേദയും വിക്രമും അമ്മയെ കണ്ടിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, വേദ നീ എന്തിനാണ് അമ്മയോട് പറഞ്ഞ ദീപ്തിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ. അത് അമ്മയ്ക്ക് പ്രതീക്ഷയില്ലേ, അങ്ങനെയല്ലല്ലോ കാര്യങ്ങളെന്നൊക്കെ പറയും. അങ്ങനെയല്ല കാര്യങ്ങൾ, പക്ഷേ ഞാൻ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞൊക്കെ പറയുകയാണ്. എന്നിട്ട് വിക്രമിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. വിക്രം ഒന്ന് വരുണിനെ ചെന്ന് കാണാം. അപ്പോൾ വിക്രം ചോദിക്കുക, ഞാനോ? അതെ, വിക്രം ചെന്ന് സംസാരിക്കണം, അവൻ്റെ മനസ്സ് എന്താണെന്ന് നമുക്കറിയാമല്ലോ എന്ന് വേദ പറയണം. അങ്ങനെ വേദയുടെ ആവശ്യപ്രകാരം വിക്രം വരുണിനെ കാണാനായിട്ട് പോവുകയാണ്. അവർ ബീച്ചിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വിക്രം വരുണിനോട് ചോദിക്കുകയാണ്, അപ്പോൾ എന്താണ് വരുൺ, ഇപ്പോൾ നീ എന്നോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണോ വേദയുടെ സഹോദരിയായിട്ട് അടുപ്പമെല്ലാം ആയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ല ചേട്ടാ, അങ്ങനെയല്ല കാര്യങ്ങളൊന്നും, ഞാൻ ദീപ്തിയെ ശരിക്കും പ്രണയിക്കുകയാണ്, ആത്മാർത്ഥമായ സ്നേഹമാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിക്രം ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ചേട്ടാ ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല ഒന്നുമില്ല, നിൻ്റെ മുമ്പത്തെ ജീവിതം ഇപ്പോൾ സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നതാണെന്ന് പറയുകയാണ്. അത് എൻ്റെ മുമ്പത്തെ ജീവിതം വളരെയധികം ദുഷ്കരമായിട്ടുള്ള ജീവിതമായിരുന്നു, ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ പൈസയും എൻ്റെ അച്ഛൻ്റെ സ്വാധീനം എല്ലാം കൊണ്ട് മതിമറന്നുള്ളൊരു ജീവിതമായിരുന്നു. അപ്പോൾ എന്നെ നേർവഴിക്ക് നയിച്ചു കൊണ്ടുവന്നത് ദീപ്തിയാണ്. അപ്പോൾ ഹോസ്പിറ്റലായ സമയം നിങ്ങളുടെ ഗുണ്ടകൾ വന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു, ഞാൻ മരിച്ചു പോയെങ്കിലെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അതും സാധിച്ചില്ല. ആ ഓക്സിജൻ്റെ മാസ്ക് എടുത്ത് മാറ്റിയപ്പോൾ ഞാൻ കിടന്ന് ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞപ്പോൾ എനിക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു. ഞാൻ ചത്താൽ മതി എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ വരുൺ പറയുകയാണ്. അപ്പോൾ മാത്രമല്ല, ഹോസ്പിറ്റലിൽ വെച്ച് 2-3 പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചാണ്, പക്ഷേ ഒന്നും സാധിച്ചില്ല. എനിക്ക് ജീവിതം വെറുത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഒരു മാലാഖയെ പോലെ ദീപ്തി എൻ്റെ മുമ്പിൽ വരുന്നത്, എനിക്ക് ഒരുപാട് മോട്ടിവേഷൻസൊക്കെ തരുന്നത്. അതെന്നെ ഒരുപാട് സ്വാധീനിച്ചെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പിന്നെ അതെപ്പോഴും ഒരു പ്രണയമായി എനിക്ക് മാറുകയായിരുന്നു. അപ്പോൾ ദീപ്തി ഇല്ലാതെ അവളുടെ സംസാരം കേൾക്കാതെ എനിക്ക് പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ എന്നൊക്കെ പറയുകയാണ് വരുൺ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു സത്യാവസ്ഥ ഉണ്ടെന്ന് വിക്രമിന് മനസ്സിലാവുകയാണ്. അപ്പോൾ എന്നിട്ട് വരുൺ പറയുകയാണ്, അപ്പോൾ ഞാൻ 2 പേരോട് പറയാനായിട്ട് 2 കാര്യങ്ങൾ കരുതി വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഒന്ന്, ഞാൻ ഉപദ്രവിച്ച ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ കാണുമ്പോൾ ഒരു സോറി പറയാൻ വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്നതാണ്. അങ്ങനെ ഞാൻ ദീപ്തിയുടെ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി അവരുടെ വീട്ടിൽ പോയതാണ്. പക്ഷേ എന്നെ പേപ്പട്ടി ആട്ടിപ്പായിക്കുന്ന പോലെയാണ് അവിടെ നിന്ന് ഇറക്കി വിട്ടത്. പിന്നെ ചേട്ടനോട് പറയാനായിട്ട് ഒരു നന്ദി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചേട്ടനോട് നന്ദി മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ വിക്രം ചോദിക്കുക, എന്നോട് എന്തിനാണ് നന്ദി പറയാതെ, എൻ്റെ ഇത്രയും ദുഷ്കരമായ ജീവിതത്തിൽ നിന്ന് എന്നെ ഇത്രയേറെ എത്തിച്ച ചേട്ടനാണ്. അപ്പോൾ ആ നന്ദി ഞാൻ ഒരിക്കലും മറക്കൂലെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് കൈകളോടുകൂടി വരുൺ വിക്രമിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വിക്രമിനെ ഒന്ന് മനസ്സലിയിക്കണം, ഇനി ശരിക്കും മാറിയതാണോ എന്നുള്ള ചിന്തയൊക്കെ വിക്രമിൻ്റെ മനസ്സിൽ വരികയാണ്. എന്നിട്ട് വിക്രം വീട്ടിൽ വന്ന ശേഷം കാര്യങ്ങളൊക്കെ വേദയോട് പറയുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, അവൻ ഒരുപാട് മാറിയെന്നാണ് തോന്നുന്നത്, പക്ഷേ നമുക്ക് ഒരിക്കലും അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, ഓരോരുത്തർക്കും 3 മനസ്സാണുള്ളത്. അതായത് ഒന്ന് അവരുടേതായ സീക്രട്ട് സൂക്ഷിക്കുന്ന മനസ്സ്, ഒന്ന് പബ്ലിക്കായിട്ടുള്ള മനസ്സ്, ഒന്ന് സോഷ്യൽ പരമായിട്ടുള്ള മനസ്സ്, അങ്ങനെ 3 തരത്തിലുള്ള മനസ്സുണ്ട്. അപ്പോൾ നമുക്കൊന്നും ചികഞ്ഞ് നോക്കാൻ പറ്റില്ല. പിന്നെ അവർ തമ്മിൽ ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ വിക്രം പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് സുധാകരൻ മാഷെ നന്ദിനി കമലയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ സുധാകരൻ മാഷ് ചോദിക്കുകയാണ്, അപ്പോൾ നന്ദിനി 2 ദിവസം കൊണ്ട് വളരെ മാറ്റമാണല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛാ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു, നിങ്ങൾക്കാണ് തോന്നുന്നതൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ ആക്കിയത് മറ്റാരുമല്ല ശ്രീജേച്ചിയാണെന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞ് ശ്രീജ ചോദിക്കുകയാണ്. ഞാൻ എന്ത് ജോലി ചെയ്യാൻ വന്നാലും ശ്രീജേച്ചി അതങ്ങ് ചെയ്ത് തീർക്കും, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ മടിച്ചാവാതിരിക്കുന്നത്. ഇപ്പോൾ ശ്രീജേച്ചിക്ക് ശ്രീജേച്ചിയുടെ കാര്യമായി, വേദയ്ക്ക് വേദയുടെ കാര്യമായി. അപ്പോൾ പിന്നെ ഞാൻ അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വിനായകൻ വള എടുത്ത് തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സുധാകരൻ മാഷ് പറയുകയാണ്, ഈ വള ഇനി ശ്രീജയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീജ ഇത് പണയം വയ്ക്കണം, നിങ്ങൾ വിറ്റുള്ളൂ, വിറ്റാലേ എല്ലാ കാര്യങ്ങൾക്കും തികയത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നന്ദിനി ഇത് കേട്ടപ്പോൾ ചെറിയൊരു പരിഭവം വരികയാണ്. അപ്പോൾ വിൽക്കുകയാണെങ്കിൽ കുറച്ച് കാശ് ഞങ്ങൾക്ക് കൊണ്ട് തരാനായിട്ടൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയണം, അല്ലെങ്കിൽ വേണ്ട ശ്രീജേച്ചി എന്നെ എടുത്തോട്ടെ എന്നൊക്കെ പറയണം. അപ്പോൾ ആ സമയത്ത് വേദ അവിടെ ഒരു ടൂറ് പോകുന്ന കാര്യമൊക്കെ പറയുകയാണ്. വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു തീർത്ഥാടനം പോയാലോ, മുത്തശ്ശി അന്ന് പറഞ്ഞില്ലേ, മുത്തശ്ശിയെ കൂടി വിളിക്കാമെന്ന് പറയണം. അപ്പോൾ സുധാകരൻ മാഷ് പറയണം, വേണ്ട, അമ്മയ്ക്ക് ഒട്ടും വയ്യാത്തില്ല, അമ്മ അറിയിക്കേണ്ടെന്ന് പറയുകയാണ്. എന്നാലും അറിഞ്ഞു കഴിഞ്ഞാൽ വരുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം. അപ്പോൾ വിനായകൻ പറയുന്ന ബസ്സിൻ്റെ കാര്യമെല്ലാം ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് പറയുകയാണ്.
ഇത് കഴിഞ്ഞ് നമ്മുടെ വാസവൻ വരുണിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ വരുൺ, എന്താണ് നിൻ്റെ തീരുമാനം? അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ആ വേദയുടെ സഹോദരിയായിട്ട് നീ അടുപ്പമാണെന്ന് അമ്മ പറഞ്ഞു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് വിക്രമിനെ ചതിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ മനസ്സോർന്ന് പറയണം, അല്ല അച്ഛാ, എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്, അപ്പോൾ ഞങ്ങളുടെ കല്യാണം നടത്തി തരണമെന്നൊക്കെ പറയുകയാണ്. ഞാൻ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറയുകയാണ്. മാത്രമല്ല, ഇനി വിക്രമിനെതിരെ ഒരു പോരാട്ടമൊന്നും വേണ്ട, എല്ലാം ഇവിടെ വെച്ച് നിർത്താം എന്നൊക്കെ വരുൺ പറയുകയാണ്. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ എന്ന് വാസവൻ പറയുകയാണ്. ആ വിക്രമിൻ്റെ കഥ കഴിക്കുക എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ വരുൺ പറയുകയാണ്, അച്ഛാ, പകയും ദേഷ്യമൊന്നും വേണ്ട, എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട് പറയുകയാണ്. പക്ഷേ അതിനൊരു മറുപടിയും പറയാതെ വാസവൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനെ കാണണമെന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രീകാന്തിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ കുട്ടികൾ തമ്മിൽ പ്രണയത്തിലാണെന്നും അപ്പോൾ അവരുടെ കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. പക്ഷേ ശ്രീകാന്തിന് അതൊട്ടും ഇഷ്ടമല്ല. എന്നിട്ട് അയാൾ കടിച്ചു പിടിച്ച് അവിടെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, അയ്യോ അച്ഛൻ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, അപ്പോൾ ഞാൻ ഒരു ദിവസം വീട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അയ്യോ അച്ഛന് ഇഷ്ടക്കേടുള്ളതുകൊണ്ട് വീട്ടിൽ വരണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണോ എന്ന് ചോദിക്കുകയാണ്. എനിക്കും അങ്ങനെ താല്പര്യമുള്ള കാര്യം പറയാൻ പറ്റത്തില്ല, എനിക്ക് അച്ഛൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് പതുക്കെ ഒഴിയുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാനായിട്ട് പറഞ്ഞിട്ട് വാസവൻ അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് വേദയും വിക്രമും കൂടി ദീപ്തിയും വരുണിനെയും ഒന്ന് മീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ പോവുകയാണ്. അപ്പോൾ അവരുടെ ഒരു സ്ഥലത്ത് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദയും വിക്രമും അവിടെ എത്തുകയാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ നിൻ്റെ വീട്ടുകാർ വെറുതെ ഇരിക്കുമെന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഒരിക്കലും വെറുതെ ഇരിക്കില്ല, അതാണ് എനിക്കൊരു ടെൻഷൻ, അച്ഛനെ വെച്ചേക്കില്ല എന്നൊക്കെ വേദ പറയുകയാണ്. ഞാനേ ഇങ്ങനെയായി, ഇനി അവളും കൂടി നശിച്ചെന്നൊക്കെ പറയും, അതേ ഞാൻ കാരണം അവളുടെ ജീവിതം ഇല്ലാതാക്കിയെന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും അറിയില്ല പറയുകയാണ്. പിന്നെ വേറെ കുഴപ്പമില്ലയെന്ന് വിക്രം പറയുകയാണ്. അവർ തമ്മിൽ പരസ്പരം പ്രണയിക്കുകയില്ലേ, നമ്മളെപ്പോലെ അല്ലല്ലോ, നമ്മുടെ ജെന്യുവിൻ അല്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതെന്താ വിക്രം അങ്ങനെ പറഞ്ഞത്, ഞാൻ ജെന്യുവിൻ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നീ ജെന്യുവിൻ അല്ല എന്നുള്ളതല്ല ഞാൻ പറയാം, നമ്മുടെ ജീവിതം അങ്ങനെ അല്ലല്ലോ. അപ്പോൾ വേദ പറയണം, അതെ, കല്യാണം കഴിഞ്ഞ് 1 വർഷം ആവാറായി, ഇപ്പോഴും ഞാൻ ഭാര്യ എന്നുള്ള പദവിയിൽ തന്നെയാണല്ലോ അവിടെ ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ വിക്രം മലയ്ക്കൊക്കെ പോയിട്ട് വരും, എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സർപ്രൈസ് എനിക്ക് വിക്രമിന് തരാനായിട്ടുണ്ട്, പോയിട്ട് വരൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്